ഞാൻ അബ്ദുൾ സമദ് മാസ്റ്റർ. ഇപ്പോൾ 84 വയസ്സായി. വെറ്ററൻ അത്ലറ്റാണ്. കഴിഞ്ഞ ഒരു 10-20 കൊല്ലത്തോളമായി ഞാൻ മാസ്റ്റേഴ്സ് സ്പോർട്സിൽ, അതായത് വെറ്ററൻ സ്പോർട്സിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ കുറേ വർഷം എബവ് 75-ൽ ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. 100 മീറ്റർ, 200 മീറ്റർ സ്പ്രിൻ്റ് ഐറ്റംസിലാണ് ഞാൻ പങ്കെടുക്കാറ്. അപ്പോൾ 100 മീറ്റർ ഇന്ത്യയിൽ ഫസ്റ്റാണ് കുറേ കൊല്ലം, 5-6 കൊല്ലത്തോളം. അതുകൊണ്ട് പല വിദേശ രാജ്യങ്ങളിലും എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രാൻസിൽ ലിയോണിൽ പോയിട്ടുണ്ട്, അമേരിക്കയിൽ കാലിഫോർണിയയിൽ, അതുപോലെ ആസ്ട്രേലിയയിലെ പെർത്തിൽ 3 വേൾഡ് മീറ്റിലാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളത്. പിന്നെ ഏഷ്യൻ മീറ്റുകളിൽ 5-6 സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ചൈനയിൽ പോയിട്ടുണ്ട്, ജപ്പാനിൽ പോയിട്ടുണ്ട്, ഇന്തോനേഷ്യയിൽ പോയിട്ടുണ്ട്. അങ്ങനെ 5-6 സ്ഥലങ്ങളിൽ ഏഷ്യൻ മീറ്റിലും പങ്കെടുത്തിട്ടുണ്ട്. സ്പോർട്സിൽ ഞാൻ മുമ്പേ പങ്കെടുക്കുന്ന ആളാണ്. അധ്യാപകനായപ്പോൾ അധ്യാപകരുടെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അധ്യാപകർക്ക് മത്സരം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പങ്കെടുത്തത് നീന്തൽ മത്സരങ്ങളിലായിരുന്നു. നീന്തലിൽ ഞാൻ ബാക്ക് സ്ട്രോക്ക്, അതായത് മലർന്ന് നീന്തലിലാണ് പങ്കെടുക്കൽ. ബാക്ക് സ്ട്രോക്കിൽ അധ്യാപകർക്ക് ബാക്ക് സ്ട്രോക്ക് നീന്തൽ മത്സരം ഉണ്ടായിരുന്നു. ഞാൻ സംസ്ഥാന മീറ്റിൽ, സ്റ്റേറ്റ് മീറ്റിൽ തിരുവനന്തപുരത്താണ് മത്സരങ്ങൾ ഉണ്ടാവുക, അവിടെ പങ്കെടുത്തിട്ടുണ്ട്. ബാക്ക് സ്ട്രോക്കിൽ ഞാൻ അധ്യാപകരുടെ നീന്തൽ മത്സരങ്ങളിൽ 6 കൊല്ലം സ്റ്റേറ്റ് ഫസ്റ്റാണ്. അപ്പോൾ നീന്തലിലാണ് ഞാൻ തുടങ്ങുന്നത്. പിന്നെ ഫുട്ബോൾ കളിക്കലുണ്ടാവും. വലിയ ടീമിലൊന്നും കളിച്ചിട്ടില്ലെങ്കിലും സാധാരണ ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു. അതിൽ നിന്നാണ്. അപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ഓട്ടം ഉണ്ടാവുമല്ലോ. അതിൽ ഓട്ടം ഞാൻ ഓടുമ്പോൾ നല്ല സ്പീഡുണ്ട് എല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സ്പോർട്സിൽ വന്നത്. അപ്പോൾ 100 മീറ്ററിലൊരു കൈ നോക്കാമെന്ന് വിചാരിച്ചിട്ട് 100 മീറ്ററുകളിലാണ് ഞാൻ പങ്കെടുക്കാറ്. സ്പ്രിൻ്റ് ഐറ്റംസാണ്. 100 മീറ്റർ, 200 മീറ്ററിലാണ് പങ്കെടുക്കുന്നത്. ഏറ്റവും നന്നായിട്ട് തോന്നിയത് ജാപ്പാനാണ്. ഏഷ്യൻ മീറ്റിൽ അധികം സ്വർണ്ണ മെഡലുകൾ വെറ്ററൻ സ്പോർട്സിൽ, മാസ്റ്റേഴ്സ് സ്പോർട്സിൽ കിട്ടുന്നത്. കാരണം ജപ്പാൻ്റെ ആരോഗ്യ സംസ്കാരമാണത്. അത് അവർ വെറുതെ നിൽക്കില്ല, അവരെപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ജാപ്പാനിൽ പോയപ്പോൾ ടോക്കിയോന്ന് കിറ്റഗാമി എന്ന സ്ഥലത്തായിരുന്നു ഞങ്ങൾ സ്പോർട്സ്. ടോക്കിയോന്ന് 400 കിലോമീറ്റർ ഉണ്ട്. ആ 400 കിലോമീറ്റർ പോകുന്നത് ട്രെയിനിലാണ്. അടിച്ച് പിന്നി പോകുന്ന ട്രെയിനുണ്ട്, ഇവിടുത്തെ അതിലുള്ള ട്രെയിനല്ല. അപ്പോൾ ആ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിൽ 70-80 ആളുകളെ ഒന്നായിട്ടാണ് പോകുന്നത് ട്രെയിനിൽ. അപ്പം ജപ്പാൻകാരുണ്ടായിരുന്നു കുറേ. അപ്പോൾ ജപ്പാൻകാരെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവരെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ട്രെയിനിൽ തന്നെ വെറുതെ നിൽക്കുന്നില്ല. അവർ ഓരോ ലാപ്ടോപ്പിലോ ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കും. പുറത്തേക്ക് നോക്കി ട്രെയിനിൽ അവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ നാട്ടിലെ മാതിരി വെറുതെ നിൽക്കുന്നവരവിടെയല്ല, എല്ലാവരും എല്ലാ സമയത്തും ജോലിയാണ്. അതുകൊണ്ടാണ് ജപ്പാൻ എന്ന രാജ്യം നല്ല ഫലഭൂയിഷ്ഠമായിട്ടുള്ള നാടൊന്നുമല്ല. അവർക്ക് പുരോഗതി ഉണ്ടാകാൻ കാരണം അവർ വർക്ക് ചെയ്യുന്നുണ്ടാണ്. നന്നായിട്ട് വർക്ക് ചെയ്യും, ഏത് സമയത്തും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് പുരോഗതി. പിന്നെ ജപ്പാനിൽ എനിക്ക് വേറെ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ വളരെ കോപ്പറേറ്റീവാണ് അവർ. എന്ത് ചോദിച്ചാലും പറഞ്ഞു തരും, നമുക്ക് ചെയ്തു തരും ചെയ്യും. ഉദാഹരണമായിട്ട് എൻ്റെ അടുത്ത് കുറച്ച് ഇന്ത്യൻ ക്യാഷ് ഉണ്ടായിരുന്നു, അതെനിക്ക് ജപ്പാനിലെ യെന്നാക്കി മാറ്റണം. അപ്പോൾ യെന്നാക്കി മാറ്റേണ്ടി വന്നപ്പോൾ ജപ്പാൻകാരൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു. അവർക്ക് അധികം ഇംഗ്ലീഷ് അറിയില്ല, ഞാൻ ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത്. പക്ഷെ അവർക്ക് സംഗതി മനസ്സിലായി. അതായത് എൻ്റെ കയ്യിൽ കുറച്ച് ഇന്ത്യൻ രൂപമുണ്ട്, ഇത് എനിക്ക് യെന്നായിട്ട് മാറ്റണം, ജപ്പാൻ ക്യാഷായിട്ട് മാറ്റണം. ഇത് എവിടെ നിന്ന് സാധിക്കുന്നു അയാളോട് ചോദിക്കുന്നത്. അപ്പോൾ അയാൾ എന്നെ കൊണ്ടുപോയി വരുമെന്ന് പറഞ്ഞിട്ട് 2 റോഡ് കഴിഞ്ഞിട്ട് 3ാമത്തെ റോഡിലെത്തിയിട്ട് അവിടെ നിന്നിട്ട് പോസ്റ്റ് ഓഫീസാണെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ വന്നില്ല, ഡു ഇറ്റ് ഫ്രം ഹിയർ നേരത്തെ താളം കാട്ടി. അങ്ങനെ ഞാൻ പൈസ യെന്നാക്കി മാറ്റി, ജപ്പാൻ ക്യാഷാക്കി മാറ്റിയിട്ട് പോക്കറ്റിൽ വെച്ചു. അവസാനം അയാൾക്ക് വളരെയധികം സന്തോഷം. അയാൾ എനിക്ക് ഷേക്ക് ഹാൻഡൊക്കെ ചെയ്ത് താങ്ക്സൊക്കെ പറഞ്ഞ് അയാൾ പോയി. അപ്പോൾ നമ്മളെ നാടും അവരുടെ നാടും തമ്മിലുള്ള വ്യത്യാസം നോക്കണം. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക, ഇന്ത്യക്കാരാണെങ്കിൽ അതിലങ്ങോട്ട് പോയാൽ മതി, അവിടെ ഉണ്ടാവും, അവിടുന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. ഇത് അയാൾ എൻ്റെ കൂടെ വരിക ചെയ്തത്. കുറേ സമയം അയാൾക്ക് എനിക്ക് വേണ്ടി ചിലവഴിച്ചു. എന്നിട്ട് എന്നോട് താങ്ക്സ് പറഞ്ഞിട്ടാണ് അയാൾ പോയത്. അത് അവരുടെ സ്വഭാവം, അവരുടെ നീറ്റ്നെസ് എല്ലാം
വളരെ പെർഫെക്റ്റാണ്. ഞാൻ അധ്യാപകർക്കുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു. 100 മീറ്ററും 1500 മീറ്ററും ഒക്കെ മത്സരങ്ങളുണ്ടായിരുന്നു. അത് 100 മീറ്റർ മത്സരത്തിൽ ഞാൻ പങ്കെടുത്തു. അരീക്കോട് UP സ്കൂളിലാണെന്ന് ഞാൻ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നത്. 100 മീറ്റർ മത്സരത്തിൽ പങ്കെടുത്ത് അതിൽ ഫസ്റ്റ് വന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് 1500 മീറ്റർ മത്സരം. 1500 മീറ്റർ മത്സരത്തിന് ഫസ്റ്റ് കാൾ വന്നു. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ സ്റ്റാർട്ടിംഗ് ലൈനിൽ വരാൻ പറഞ്ഞു. സ്റ്റാർട്ടിംഗ് ലൈനിൽ പലരും വന്നു. അന്ന് ഫാറൂഖ് കോളേജ് ചാമ്പ്യനായിരുന്ന അതിൻ്റെ മുമ്പത്തെ വർഷം ഫാറൂഖ് കോളേജിൽ മത്സരിച്ച് 1500 മീറ്ററിൽ ഫസ്റ്റ് വന്ന ഒരു ഉമ്മർകുട്ടി മാസ്റ്റർ ഉണ്ട്, മൂർക്കനാട്. അയാൾ ഒന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വന്നു. അതുപോലെ തന്നെ പിന്നെ റൺ ഫോർ ഗോൾഡ് എറണാകുളത്ത് പങ്കെടുത്തിട്ട് മെഡൽ കിട്ടിയ ഒരാൾ, അയാളും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വന്നു. പിന്നെ ഞാൻ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ചെന്നപ്പോൾ അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു, 100 മീറ്റർ മത്സരിച്ച് ജയിച്ച സമദ് മാസ്റ്റർ അതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വരുന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു മത്സരം നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. കൊമ്പന്മാരായിട്ടുള്ള ആളുകളാണ് സ്റ്റാർട്ടിംഗ് ലൈനിലുള്ളത് എന്നാണ്. 7 റൗണ്ട് ഓടണം. 1500 മീറ്റർ 200 മീറ്റർ ട്രാക്കാണല്ലോ. 7 റൗണ്ട് ഓടണം. അങ്ങനെ ഓടി ഞാൻ ഫസ്റ്റിലല്ല വരുന്നത്, ഏതാണ്ട് തേർഡായിട്ട് ഇങ്ങനെ കൂട്ടായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ 100 മീറ്റർ മത്സരത്തിൽ പങ്കെടുത്ത സമദ് മാസ്റ്റർ അതാ ഫസ്റ്റ് വരുന്നില്ല, 3-ാം സ്ഥാനം അപ്പോൾ അദ്ദേഹത്തിനുള്ളതെന്ന് പറഞ്ഞാൽ സലാം മാസ്റ്റർ ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുക, മരിച്ച സലാം മാസ്റ്റർ. അങ്ങനെ 7 റൗണ്ട് കഴിഞ്ഞു. ഇനി അര റൗണ്ട് കൂടെ ബാക്കിയുള്ളൂ. അത് അനൗൺസ് ചെയ്തു. ഇനി അര റൗണ്ട് മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ ഞാൻ എൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചിട്ട് അടിച്ച് മിന്നി ഓടി കവർ ചെയ്തു. ഫസ്റ്റായിട്ട് ഫിനിഷ് ചെയ്തിരുന്നപ്പോൾ ഇവിടെ അരീക്കോട് UP സ്കൂളിലാണല്ലോ ഞാൻ അധ്യാപകനായിട്ടുള്ളത്. അപ്പോൾ എല്ലാ കുട്ടികളും അവിടെ എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും ഒന്നായിട്ട് ഓടി ഫിനിഷിംഗ് ലൈനിലേക്ക് വന്നു. ഫിനിഷിംഗ് ലൈനിലേക്ക് വന്ന് എന്നെ പിടിച്ചിട്ട് പൊന്തിക്കലും നുള്ളി നോക്കലും പല അതൊക്കെ ചെയ്യുന്നുണ്ട് കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നായിട്ട് കൂടിയാണ്. ഞങ്ങളെ മാസ്റ്റർ ഞാനിങ്ങനെ ഒക്കെ പാടെ കൂടിയിട്ട് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ഇപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് വികാരം വരുന്നത് സ്പോർട്സിൽ ഏറ്റവും സന്തോഷമുള്ള വേണ്ടിയാണ്, അല്ലാതെ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കിട്ടിയതൊന്നുമല്ല. ഇവിടെ നാട്ടിൽ വെച്ചിട്ട് നമ്മൾ ബഹുമാനിക്കപ്പെടുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം സന്തോഷം ഉണ്ടാകുക. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും കിട്ടുന്നില്ല. ഞാൻ മലേഷ്യയിൽ ഏഷ്യൻ മീറ്റിൽ പോയപ്പോൾ കുറച്ച് ക്യാഷ് തന്നു. 10 ലക്ഷം റുപ്യത്തെ ആകെ ഞങ്ങളെ സ്റ്റേറ്റ് അസോസിയേഷന് സർക്കാർ തന്നു. അത്ലറ്റ്സിന് കൊടുക്കാതെ ഞങ്ങൾക്ക് 5000 റുപ്യ വീതം എടുക്കാണ്ടായിട്ടുണ്ടായുള്ളൂ. വേറൊരു സഹായം കിട്ടിയിട്ടില്ല. പിന്നെ ഒരു സഹായം കിട്ടിയത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന്. പിന്നെ ആസ്ട്രേലിയയിൽ പോയപ്പോൾ വേൾഡ് മീറ്റിൽ മെഡൽ കിട്ടിയവരൊന്നായിട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി അജയ് ഗോയൽ ഞങ്ങൾ വിളിച്ചിരുന്നു. അയാൾ വീട്ടിലേക്ക് ഞങ്ങൾ 16 പേര് അജയ് ഗോയലിൻ്റെ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ നല്ല സദ്യയൊക്കെ തന്നു, നല്ല പാർട്ടി തന്നതിന് ശേഷം 5000 റുപ്യ തന്നു എല്ലാവർക്കും. നാട്ടിൽ പോകാനുള്ള വണ്ടിക്കൂലിയാന്ന് പറഞ്ഞിട്ട് കുറേ ഞങ്ങളെ സൂചിച്ച് പറഞ്ഞു ചെയ്തു. അങ്ങനെ 2 കാര്യമായിരുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് 5000 റുപ്യയും അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ ഒരു സദ്യ ഇത് കിട്ടിയിട്ടുള്ളൂ. അത് അല്ലാതെ പ്രോത്സാഹനമൊന്നുമില്ല. അതേസമയം മറ്റുള്ള രാജ്യങ്ങളായിട്ട് ഞാൻ പലരുമായിട്ട് സംസാരിച്ച് നോക്കിയിട്ടുണ്ട്. അത്ലറ്റ്സായിട്ട് അവർക്ക് കംപ്ലീറ്റ് ചിലവ് മിക്കവാറും എല്ലാ രാജ്യങ്ങൾക്കും 100% രാജ്യങ്ങളെന്ന് പറയാൻ പറ്റില്ല. സംസാരിച്ച രാജ്യങ്ങളെല്ലാം അവർ സർക്കാർ ചിലവിലാണ് മീറ്റിന് പോകുന്നത്. ഇവിടെ നമ്മൾക്ക് സർക്കാർ ചിലവിൽ ഒന്നും തരുന്നില്ല. അങ്ങനെ ഈ 1-2 ലക്ഷം കിട്ടിയതല്ലാതെ. പിന്നെ അതുമല്ല, പിന്നെ അവിടുത്തെ കമ്മിറ്റി ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഭക്ഷണവും താമസമൊക്കെ തരും. അല്ലാതെ നമ്മളെ യാത്ര ചെലവ് മുഴുവൻ നമ്മൾ തന്നെ എടുക്കേണ്ട ഗതിയാണുള്ളത്. അതായത് വേഷന്മാർ അവർ ഏതാനും പോകാനുള്ളവരാണ്, വലിയ താമസമല്ലാതെ പരലോകത്തേക്ക് പോകാനുള്ളവരാണ്. അവരൊന്നും പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു മനോഭാവത്തിലാണ് സർക്കാർ നിൽക്കുന്നത് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം ചെയ്യാത്തത്. അല്ലെങ്കിൽ ഈ വേഷന്മാരെ പ്രോത്സാഹിപ്പിച്ചിട്ട് എന്താ കിട്ടാനുള്ളത് എന്നുള്ളൊരു മനോഭാവമാണ് സർക്കാരുകൾക്കുള്ളത്. വയസ്സ്
ഓരോ ഇതായിട്ടാണ് മത്സരിക്കുന്നത്. എബവ് 50, എബവ് 60, എബവ് 70. ഞാനിപ്പോൾ എബവ് 80 മത്സരിച്ചുകൊണ്ടിരുന്നത്. എബവ് 80 ഐ ആം 84 ഉണ്ടാവും. അപ്പോൾ എബവ് 80 മത്സരം. എബവ് 100 മത്സരമുണ്ട്. എബവ് 100 ഇന്ത്യയിൽ തന്നെ മത്സരമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 2 ആളാണ് ഓടിയിരുന്നത് എബവ് 100. 100 വയസ്സിൽ അധികമുള്ള 2 ആളുകൾ 100 മീറ്ററിൽ ഓടിയിരുന്നു. കോമ്പറ്റീഷൻ എല്ലാം കോമ്പറ്റീഷനാണ്. കാരണം ഓരോ രാജ്യത്തിലെയും 1ാം സ്ഥാനം കിട്ടിയവരാണല്ലോ വരുന്നത്, ഫസ്റ്റ് 8-ലാണല്ലോ വരുന്നത്. അപ്പോൾ എല്ലാം ടഫായിട്ടുള്ള മത്സരമാണ്. വേൾഡ് മീറ്റ് ആകുമ്പോൾ അടുക്കാൻ വയ്യാത്ത വിധം. വേൾഡ് മീറ്റിൽ എനിക്ക് മെഡൽ കിട്ടിയത് റിലേയിൽ മാത്രമാണ്. ഏഷ്യൻ മീറ്റിൽ സിൽവറൊക്കെ കിട്ടിയിട്ടുണ്ട്. 100 മീറ്ററിൽ പല സ്ഥലങ്ങളിലും സിൽവർ മെഡലുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ വേൾഡ് മീറ്റിൽ ആസ്ട്രേലിയയിലെ പെർത്തിൽ വെച്ച് ഞങ്ങൾ ഇന്ത്യൻ ടീമിന്, ഞാനുണ്ടായിരുന്നു, ഇന്ത്യൻ ടീമിന് കിട്ടിയത് ബ്രോൺസ് മെഡൽ, 3ാം സ്ഥാനമാണ്. അതാണ് വേൾഡ് മീറ്റിലെ എൻ്റെ നേട്ടം. റിലേ 2 റിലേ മത്സരങ്ങളും 4x100-ലും 4x400-ലും ബ്രോൺസ് മെഡൽ കിട്ടി. മറ്റേതിൽ പിന്നെ സിൽവർ മെഡൽ കിട്ടും 100 മീറ്ററിൽ. ഫസ്റ്റ് കിട്ടിയിട്ടില്ല ഇതുവരെ. ഏഷ്യൻ മീറ്റിൽ ഫസ്റ്റ് കിട്ടിയിട്ടില്ല. ഏഷ്യൻ മീറ്റിൽ സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. വേൾഡ് മീറ്റിൽ 3ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അതാണ് എൻ്റെ നേട്ടം. എല്ലാവരും വെറ്ററൻ സ്പോർട്സിൽ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളെ ആരോഗ്യം വളരെ പ്രധാനമാണല്ലോ. ആരോഗ്യം കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളതൊക്കെ ഉള്ളൂ. ശരിക്ക് കുറേ ധനം ഒരാൾക്ക് കിട്ടിയിട്ട് എന്ത് ഫലം? ആരോഗ്യം അല്ലെങ്കിൽ എപ്പോഴും കിടപ്പാണ്, ലോകമാണ്, കിടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഫലമല്ലല്ലോ. അത് ആസ്വദിക്കണമെങ്കിൽ, ധനം ആസ്വദിക്കണമെങ്കിൽ വേറെ എന്ത് കിട്ടിയിട്ടും വേണ്ട, അതൊക്കെ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ആരോഗ്യം വേണം. ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. വെറുതെ ആരോഗ്യം തന്നെ നമുക്ക് പറഞ്ഞു തരില്ല. വായിച്ചിട്ടോ ഭക്ഷണം കഴിക്കണോണ്ടോ ഒന്നും ആരോഗ്യം ഉണ്ടാവില്ല. നമ്മൾ ശരിക്ക് വർക്ക് ചെയ്യുക. 1.5 കൊല്ലത്തോളമായി ഇടത് ഭാഗം സ്ട്രോക്കാണ്. പെട്ടെന്ന് സ്ട്രോക്ക് വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ നടക്കുന്നുണ്ട്. രാവിലെ ഇങ്ങനെ പോയിട്ട് താഴത്തങ്ങാടി കൂടെ ഇങ്ങനെ ഒരു ചുറ്റി വരും, ആളുണ്ടാവും. പിന്നെ രാവിലെ എക്സസൈസ് ചെയ്യും, മെക്സ് 7 എക്സസൈസ് ചെയ്യും രാവിലെ. അത് കഴിഞ്ഞിട്ട് 1 കിലോമീറ്റർ 1-2 കിലോമീറ്റർ മെല്ലെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഈ സ്ട്രോക്ക് വന്നുകൊണ്ടാണ്. വളരെ 1 കൊല്ലം മുമ്പ് വരെ ഞാൻ ശരിക്കും പ്രാക്ടീസ് ചെയ്തിരുന്നതാണ്. ബാങ്കൊക്കെ നീട്ടാൽ ഉടൻ തന്നെ പോയിട്ട് ഒന്നുണ്ടാക്കി പള്ളിയിൽ പോയി നിസ്കരിക്കും. തൊട്ടടുത്ത വായയിൽ പള്ളിയിൽ പോയിട്ട് നിസ്കാരം കഴിഞ്ഞ് വന്നാൽ ഞാൻ ഓടും. റോട്ടിൽ കൂടെയാണ് ഓടുക. 2-3 കിലോമീറ്റർ സയൻസ് കോളേജ് കോഴിക്കോട്ടൂർ വഴി ഇങ്ങനെ ഇങ്ങനെ വരിക. അതായിരുന്നു ഇതുവരെ. ഇപ്പോൾ നിന്നിട്ടുണ്ട്. അതായിരുന്നു ഡെയിലി ഞാൻ ഓടും. ചിലപ്പം കൂടെ ആളുണ്ടാവും. മിക്കവാറും ഒറ്റക്കാണ് ചെയ്യുക. അല്ലെങ്കിൽ സയൻസ് കോളേജ് ഗ്രൗണ്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് ഓടും. അത് ഡെയിലി ചെയ്യുന്നുണ്ട്. അത് നല്ലോണം ചെയ്യും. 1 മണിക്കൂർ 1.5 മണിക്കൂർ ശരിക്കും പ്രാക്ടീസ് ചെയ്യും. അത് വളരെ നല്ലതാണ്. പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് എന്തേ ആവുള്ളൂ. രാത്രി ഉറങ്ങാനും നല്ല സുഖമാണ്. ആരും പിന്നോട്ട് വെക്കാൻ പറയില്ല. ചിലരിങ്ങനെ തമാശയായിട്ട് പറയും, വയസ്സായാലും ഇതൊക്കെ നിർത്തിക്കാളെടുക്കാപ്പത് എന്നൊക്കെ പറയും. അധികം പ്രോത്സാഹനം തന്നെയാണ്. എപ്പോഴും വർക്ക് ചെയ്യുക. അത് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫൈദ ഫറഖത്ത ഫൻസബ്. നിങ്ങൾ ഒഴിവായാൽ വെറുതെ എന്നല്ല, ഒഴിവായാൽ അധ്വാനിക്കുക എന്നാണ്. ഒരു ജോലി കഴിഞ്ഞാൽ വേറൊരു ജോലി, ആ ജോലി കഴിഞ്ഞാൽ വേറെ ജോലി, അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ നിൽക്കുക. റെസ്റ്റ് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് വർക്കാണ്. സൈക്കോളജിയിൽ തന്നെ പറഞ്ഞാൽ അങ്ങനെ ചേഞ്ച് ഓഫ് വർക്ക് എന്നാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു വർക്കിന് വേറെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റെസ്റ്റാണ്. കുറേ നമ്മൾ കൈക്കോട്ടെടുത്ത് കൊത്തുകയാണെങ്കിൽ പിന്നെ ഒന്ന് എന്തെങ്കിലും വായിക്കുകയാണെങ്കിൽ അത് റെസ്റ്റാണ്.